എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോ ആണ്. ആലപ്പുഴ കളർകോട് നടന്ന വാഹന അപകടത്തിൽ 6 ആളുകൾ മരണപ്പെട്ടു. 11 ആളുകളുമായി പോയ കാർ ഓപ്പോസിറ്റ് വന്ന KSRTCയിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഒരാളുടെ മരണവാർത്ത വന്നിട്ട് അധികം നേരമൊന്നും ആയില്ല. ആ ഒരു സമയത്താണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തിനാണ് ഈ ഒരു ഘട്ടത്തിൽ ഒരു വാർത്താ വിശകലനം? പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായ ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ്. ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യുക, അത് ഞങ്ങൾ മാത്രം എക്സ്ക്ലൂസീവായിട്ട് ആളുകളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് പോലെ ചെയ്യുക, ഞങ്ങളിൽ മാത്രം ആളുകളെ പിടിച്ച് ഇരുത്തുക. അത്രയധികം കോമ്പറ്റീഷൻ ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. പല വാർത്തകളും വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസിനാണ്. ഒരു അപകടം, മരണം, മോഷണം, അതേപോലെ തന്നെ കൊലപാതകം എന്നീ കാര്യങ്ങൾക്കാണ്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ തലങ്ങളിൽ പ്രസന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവരൊരു വലിയ ഗവേഷണം തന്നെ നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ദാരുണ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. അപകടം നമുക്കൊരു നിത്യസംഭവമാണ്, മോഷണം നമുക്കൊരു നിത്യസംഭവമാണ്, കൊലപാതകം നമുക്കൊരു നിത്യസംഭവമാണ്. എപ്പോഴും കാര്യമായി തന്നെ റിപ്പോർട്ടിംഗ് ഉണ്ട്, ചർച്ചകളുണ്ട്. പലപ്പോഴും ഒരു സോഷ്യൽ ജേർണലിസം ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ചെയ്യേണ്ടുന്ന ഒരു കാര്യവും അവർ ചെയ്യാത്ത ഒരു കാര്യവും ഒരു ദാരുണ സംഭവം എങ്ങനെ ആവർത്തിക്കാതിരിക്കാം എന്നുള്ളതിന്റെ ചർച്ചകളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു ഫോക്കസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ആലപ്പുഴ കളർകോട് നടന്ന വാഹനാപകടത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചതിന്റെ മെയിൻ റീസൺ അവർ കുട്ടികളാണ് എന്നുള്ളതാണ്. കുട്ടികൾ, അതേപോലെ തന്നെ ടീനേജേഴ്സ്, യങ്സ്റ്റേഴ്സ് എന്നിവരുടെ കാര്യത്തിലൊക്കെ നമ്മൾ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ 6 പേരും മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു. പരിക്കേറ്റവരും മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. വലിയ സ്വപ്നങ്ങളോടെ, വലിയ എഫേർട്ടോടെ ഒരു മെഡിക്കൽ സീറ്റ് വാങ്ങിയെടുത്ത ഇത്ര ആളുകൾ നമുക്ക്, നമ്മുടെ സൊസൈറ്റിക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇനി അപകടത്തിന്റെ കാരണങ്ങളെ കുറിച്ചിട്ട് പലവിധ ചർച്ചകൾ വരുന്നുണ്ട്. അപകടത്തിന്റെ കാരണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം ആ ഒരു കാരണങ്ങൾ കൊണ്ട് ഇനി ആരും അപകടത്തിൽ പെടരുത്. പക്ഷേ ഈ ഒരു ചർച്ചകൾക്കിടയിലും മാധ്യമങ്ങൾ അവരുടെ ഒരു മെയിനായിട്ടുള്ള ഒരു അജണ്ട നടപ്പിലാക്കും. അതിനകത്ത് കുറേയധികം മാർക്കറ്റിംഗ് മിക്സ് ഇടും. ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ മോശമായി പ്രചരിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് FIRൽ KSRTC ബസ് ഡ്രൈവറുടെ പേരുൾപ്പെടുത്തി എന്നുള്ളതാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ ആ ഒരു അപകട സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ അടുത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തും. അതിൽ നിങ്ങൾക്കറിയാം, ആ ഒരു CCTV കണ്ട പല ആളുകളും പറഞ്ഞൊരു കാര്യമുണ്ട്, KSRTC റോങ് സൈഡിൽ ചെറുതായിട്ട് കയറിയിരുന്നു എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അത് മതി അതിലേക്ക് എഴുതി ചേർക്കാൻ വേണ്ടി. പിന്നീടുള്ള അന്വേഷണത്തിലാണ്, കോടതിയിലേക്ക് സമർപ്പിക്കുന്നതിന് മുൻപായിട്ടും അതിനുശേഷമൊക്കെയാണ് പല ആളുകളും ആ ഒരു കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്. എന്നാൽ മറുനാടൻ അടക്കമുള്ള ചാനലുകൾ അവരുടെ ആ ഒരു സ്ഥിരം പ്രൊപ്പഗാൻഡ പരിപാടിക്ക് വേണ്ടി ഈ ഒരു അപകടത്തെ ഉപയോഗിച്ചു എന്നുള്ളത് വളരെയധികം ദാരുണമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. പോലീസ് പ്രതി ചേർത്തിരിക്കുന്നു. അപ്പോൾ അതിന് താഴെ കമന്റ് ബോക്സിൽ വൈകാരിക വിക്ഷോഭം നടത്തുന്ന അദ്ദേഹത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് കമന്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിലും പിണറായി പോലീസ് അങ്ങനെയാണ്. നിയമത്തെക്കുറിച്ചിട്ടും നടപടികളെ കുറിച്ചിട്ടുള്ള മിനിമം ധാരണ അവതാരകനോ അതിന് കമന്റ് ബോക്സിലുള്ള ആളുകൾക്കോ ഇല്ല. അവരുടെ ഉദ്ദേശം അവരുടെ എന്തോ ഒരു രാഷ്ട്രീയം നാളെ വരുന്ന കാര്യത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. അതെന്താണെന്ന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അവർക്കറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആളുകൾക്ക് ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി കേൾക്കുന്ന സമയത്ത്, ഒരു ദുരന്തം കേൾക്കുന്ന സമയത്ത് അതിനകത്ത് 2 കാര്യങ്ങൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. ഒന്ന്, ഇരയെക്കുറിച്ചിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അവർക്ക് അറിയേണ്ടതുണ്ട്. ഒരു സ്ത്രീയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആസ്വാദന തലവും കൂടെ ചില ആളുകൾ നോക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ കുറ്റവാളി ആരാണെന്നുള്ളത് പെട്ടെന്ന് അറിയേണ്ടതുണ്ട്. പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടുപിടിച്ച് കാണിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് നിൽക്കുന്ന ആളുകളിൽ ആരെ വേണമെങ്കിലും ഈ ഒരു നിലവാരമില്ലാത്ത ക്രൗഡ് കുറ്റക്കാരനായിട്ട് പിടിച്ചങ്ങ് അവരോധിക്കും. ഇത് പൊതുവായിട്ടുള്ള ഒരു രീതിയാണ്. ഇതൊരു വികസ്വര രാജ്യമാണ്. വിദ്യാഭ്യാസം, നിയമ അവബോധം എന്നീ കാര്യങ്ങളൊന്നും ഇപ്പോഴും കുറേയധികം ആളുകൾക്ക് അറിയില്ല. നിലവാര തകർച്ചയുണ്ട് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ അവർക്കൊപ്പം താളം തുള്ളി കഴിഞ്ഞാൽ ആളുകളിലേക്ക് ധാരാളം തെറ്റിദ്ധാരണ പരക്കും. ഇന്നലെ പോലീസിനെതിരെ ഉണ്ടായിരുന്ന ഒരു ക്യാമ്പയിനും ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. പല മാധ്യമ റിപ്പോർട്ടേഴ്സിനും കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല എന്താണ് FIR, അല്ലെങ്കിൽ എന്താണ് ഒരു അപകടം നടന്നതിന് ശേഷമുള്ള ഫസ്റ്റ് പ്രൊസീജിയേഴ്സ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയൊന്നുമില്ല. KSRTC ഡ്രൈവർ KSRTC പ്രതിസ്ഥാനത്തേക്ക് വരും എന്ന് പറഞ്ഞ മൈനോറിറ്റിയെ പോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ വലിയ കുറ്റക്കാരനായിട്ട് കൺസിഡർ ചെയ്ത വ്യക്തിയാണ് വാഹനം റെന്റിന് കൊടുത്ത അതിൻ്റെ ഓണർ, വാഹനത്തിൻ്റെ ഓണർ. അദ്ദേഹം ഈ ഒരു അപകടം ഉണ്ടായതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന് ഇതിനകത്ത് കുറ്റകരമായിട്ടുള്ളൊരു അനാസ്ഥയുണ്ട്. അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ടുള്ള നിയമ നടപടി നേരിടേണ്ടി വരും. ഒരു
കൂട്ടം ആളുകളുടെ അനാസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ മുഴുവൻ ഫെയിലിയറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇതുപോലുള്ളൊരു അപകടം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാരണമായിട്ട് മാധ്യമങ്ങളിൽ നിന്ന്, ദൃക്സാക്ഷികളിൽ നിന്നിട്ട്, മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന്, പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വാഹനത്തിൻ്റെ സുരക്ഷയില്ലായ്മയാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇതുപോലുള്ള ഒരു ദാരുണ സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. 14 വർഷം പഴക്കമുള്ള ഒരു വാഹനമാണ്. നമ്മൾ വിചാരിക്കും 14 വർഷം പഴക്കമുള്ള ഒരു വാഹനം അത്ര പഴകിയതാണോ? ഞങ്ങളുടെ വാഹനമൊക്കെ നല്ല കണ്ടീഷൻ അല്ലേ, ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ല അത് കൊടുത്ത് വേറെ വാങ്ങാനായിട്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. കാലം മാറുന്നതനുസരിച്ച്, റോഡ് മാറുന്നതനുസരിച്ച്, വണ്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് നമ്മളുടെ സുരക്ഷയെ കൂടി കരുതിയാണ്. 14 വർഷം പഴക്കമുള്ള ഒരു വണ്ടിക്ക് ഇപ്പോൾ നിലവിൽ റോഡിൽ ഇറങ്ങുന്ന വണ്ടികളിൽ ഇല്ലാത്ത കുറേയധികം സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഈ അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്ത സമയത്ത് വണ്ടിയുടെ ആ ഒരു വീല് ലോക്കായി വണ്ടി പാളിപ്പോയി ചെന്ന് ഇടിച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ വണ്ടികളിൽ ഒരു പരിധി വരെ ആ ഒരു അപകടം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്, ABS, EBD ഉണ്ട്. ഈ രണ്ട് സിസ്റ്റവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടെക്നിക്കലായിട്ട് അത്ര നോളജ് ഉള്ള ഒരു വ്യക്തിയല്ല, ബേസിക് പറഞ്ഞുതരാം. ABS എന്ന് പറയുന്നത് വണ്ടിയുടെ വീല് പെട്ടെന്ന് ലോക്കാവാതിരിക്കാൻ വേണ്ടി സെക്കൻഡിൽ 20 തവണ ഇങ്ങനെ ബ്രേക്ക് വിട്ട് പിടിക്കും. നമ്മൾ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സഡൻ ബ്രേക്കിൽ ഈ വീല് വണ്ടി നിശ്ചലമായി പാളാതിരിക്കുകയും ചെയ്യുന്നു. EBD എന്ന് പറയുന്നത് ഈ റോഡിന്റെ ഘടന അനുസരിച്ചിട്ട് അത് സ്ലിപ്പറി ആയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തെന്നിക്കിടക്കുന്ന സാഹചര്യം മനസ്സിലാക്കി ടയറുകളിലേക്ക് ബ്രേക്കിംഗ് ആവശ്യാനുസരണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ രണ്ട് സംവിധാനങ്ങളും ഉണ്ടാവുന്നത് നല്ലതാണ്. ഈ രണ്ട് സംവിധാനങ്ങളും ഇല്ലാത്ത കാറുകൾ സുരക്ഷിതമല്ല എന്ന് പറയരുതേ മോട്ടോർ വാഹന വകുപ്പേ. ഞങ്ങളെ കൊണ്ട് പുതിയ വാഹനം വാങ്ങിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഉത്തരം ഉണ്ടാവില്ല. നമ്മളാണ് കാലത്തിനനുസരിച്ച് സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടത്. നമ്മളുടെ പഴയ വാഹനമാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നിരത്തുകളിൽ രാത്രിയിലും മഴയത്തും ഒക്കെ യാത്ര ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? 7 പേർ കയറാവുന്ന വണ്ടിയിൽ 11 ആളുകൾ കയറി. വണ്ടിയുടെ വെയിറ്റ് കൂടി ഡ്രൈവർക്ക്, വണ്ടിക്ക് ആ ഒരു വണ്ടി നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി പറ്റിയില്ല. 11 ആളുകൾ കയറിയ ഈ ഒരു നടപടി ആരുടെ വീഴ്ചയായിട്ട് നമുക്ക് ആരോപിക്കാം? വണ്ടിയുടെ ഡ്രൈവറിൽ നമുക്ക് പ്രഥമ ദൃഷ്ട്യ ആരോപിക്കാമെന്നുണ്ടെങ്കിലും വണ്ടിയിൽ കയറിയ ഓരോ ആളുകൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്, അപകടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ സിസ്റ്റത്തിൽ പഠിപ്പിച്ചിട്ടില്ല, അതാരും പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ വഴിയിൽ നിൽക്കുകയാണ്, നിറയെ ആളുമായിട്ട് വരുന്നൊരു ബസ്സിൽ നിങ്ങൾ ഇടിച്ചു കയറുന്ന സമയത്ത് ആ ഒരു ബസ് ഓവർ വെയിറ്റ് ആണ്, അതിനകത്ത് ആളെണ്ണം കൂടുതലാണ്, അത് അനുവദനീയമല്ല. പക്ഷെ നമ്മൾ അവിടെ ഇടിച്ചു കയറാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു സമൂഹം മുഴുവൻ കാട്ടിക്കൊടുത്തിട്ട് ഒരു വണ്ടിയിലേക്ക് 11 ആളുകൾ കയറി, കുട്ടികൾ കയറി എന്ന് പറഞ്ഞ് നമുക്കിപ്പം പ്രത്യേകിച്ച് ഈ കുട്ടികളെയോ അല്ലെങ്കിൽ ഈ കുട്ടികളിൽ ഒരാളായിട്ടുള്ള ഡ്രൈവറെയോ കുറ്റം പറയാനായിട്ട് പറ്റില്ല. അത് നമ്മൾ ഒരു വികസന രാജ്യത്തൊക്കെ ജീവിക്കുന്ന സമയത്ത് സ്ഥിരമായി ചെയ്യുന്ന ചില നടപടികളുടെ ഭാഗമാണ്. അമിത ഭാരവുമായി ഈ കാലഘട്ടത്തിന് യോജിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തൊരു വണ്ടി ഈ ഒരു കാലഘട്ടത്തിൽ പണിത ഒരു റബ്ബറൈസ്ഡ് റോഡിൽ കൂടെ പോകുന്ന സമയത്ത് അപകടം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഏറെയാണ്, അത് മഴയുള്ളൊരു സമയത്ത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട സുരക്ഷാ വീഴ്ചയാണ്, നമ്മളെ നാട്ടുകാർക്ക് അറിവില്ലാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ടയറുകളുടെ കണ്ടീഷൻ. ഈ ടയറുകൾ തേയുന്നതിൻ്റെ ഒരു മാർക്കുണ്ട്. ഈ മാർക്കാകുമ്പോൾ ടയർ മാറണമെന്നുള്ളതാണ്. ആ ഒരു മാർക്ക് ഇവിടെയുള്ള പല ആളുകൾക്കും അറിയില്ല. ഗ്രിപ്പ് കംപ്ലീറ്റ് ആയി പോയി ടയർ മിനുസമാകുന്ന സമയത്താണ് പല ആളുകളും ടയർ മാറുന്നത്. അങ്ങനെയല്ല, ഗ്രിപ്പ് നിലനിൽക്കുന്ന സമയത്തും ഇതിനൊരു തേയ്മാനത്തിൻ്റെ ഒരു മാർക്കുണ്ട്. ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ടയർ മാറേണ്ടത്. ആ ഒരു ടയർ സമയത്ത് മാറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ ഇൻഷുറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും കമ്പനി ചിലപ്പോൾ ക്ലെയിം റിജക്റ്റ് ചെയ്യാൻ വേണ്ടി അതൊരു കാരണമായിട്ട് പറയും. മോട്ടോർ വാഹന വകുപ്പ് പലപ്പോഴും ആ ഒരു ടയറുകളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധ കാണിക്കാറില്ല. കാണിക്കാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പെറ്റിയടിക്കാൻ വേണ്ടി വരുന്ന പോലീസ് വണ്ടിയുടെ ടയർ അതിനേക്കാളും മോശമായിരിക്കും, KSRTCയുടെ ടയർ അതിനേക്കാളും മോശമായിരിക്കും, മന്ത്രിമാരുടെ വണ്ടികൾ ഒഴിച്ച് ബാക്കിയുള്ള വണ്ടികളുടെയൊക്കെ ടയർ വളരെ മോശമായിരിക്കും. ആ ഒരു സുരക്ഷയെക്കുറിച്ചിട്ട് നമ്മൾ അവയർനെസ് അധികം കൊടുക്കാറില്ല. അതേപോലെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് എയർ ബാഗ് എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ വണ്ടികളിൽ എയർ ബാഗ് എന്ന് പറയുന്നത് ഒരു ആഡംബരമാണെന്ന് എനിക്ക് തോന്നുന്നു. 2 എയർ ബാഗ് മിനിമം വേണം എന്നുള്ളത് നിർബന്ധമായതുകൊണ്ട് ഇപ്പോൾ പല വണ്ടികളിലും 2 എയർ ബാഗ് ഉണ്ട്. എന്നാലും കൂടുതൽ ആളുകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കൂടുതൽ എണ്ണി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ 14 വർഷം പഴക്കമുള്ള വണ്ടിക്ക് എയർ ബാഗ് ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള വണ്ടികൾ ഉപയോഗിക്കാതെ എങ്ങനെയാണ് ഞങ്ങൾ പാവപ്പെട്ടവർ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും നമ്മുടെ സുരക്ഷ അവിടെ പണയം വെക്കുകയാണ്. അപ്പോൾ ഈ എയർ ബാഗ് ഇല്ലാത്ത സുരക്ഷാ സംവിധാനങ്ങൾ കുറവുള്ള ഒരു കാറുമായിട്ട് ലോങ് പോകണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷനാണ്.
നമ്മളിൽ പല ആളുകളും ടൂ വീലറുമായിട്ട് പലപ്പോഴും ലോങ് പോകാനായിട്ട് മടിക്കാറുണ്ട് സുരക്ഷാ ഭീഷണികൾ കാരണം. അതേപോലെ തന്നെ നമ്മൾ കാറുകളുടെ കാര്യത്തിലും ചില പരിഗണന നൽകേണ്ടതുണ്ട്. കാറുകൾ ഈ സുരക്ഷാ സംവിധാനങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും സേഫ് അല്ല. ഒരു ബൈക്ക് പോലെയല്ല, 3, 4, 5 ആളുകളുടെ മരണത്തിന് അത് കാരണമാകും. ഇനി ഇതുപോലുള്ള ഒരു അപകടത്തിൽ ട്രാഫിക് സംവിധാനങ്ങളുടെ റോഡുകളുടെ ഒരു റോൾ എന്താണ്? ഇപ്പോൾ ഈ ഒരു വഴി തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ അപകടം നടന്ന വഴി തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മരങ്ങളുണ്ട്, റോഡിന് വലിയ കാര്യമായിട്ടുള്ള വീതിയൊന്നുമില്ല, റോഡിൻ്റെ സൈഡ് കാണാൻ പാകത്തിലേക്കുള്ള വെട്ടമില്ല. അപ്പോൾ റോഡ് സൈഡിൽ നിന്ന് എന്തെങ്കിലും വന്നാലോ അല്ലെങ്കിൽ വന്നു എന്ന് തോന്നിയാലോ ഒരു ഡ്രൈവർക്ക് സഡൻ ബ്രേക്ക് ചെയ്യേണ്ടി വരും. വണ്ടി സുരക്ഷാ ഭീഷണികളുള്ള ഒരു പഴയ വണ്ടിയാണ്, ടയർ മോശമാണ് എന്നുണ്ടെങ്കിൽ മഴയത്ത് ആ വണ്ടി ചവിട്ടിയാൽ കിട്ടണമെന്നില്ല. അതേപോലെ തന്നെ ABS ഇല്ലാത്ത വണ്ടിയാകുമ്പോൾ ടയർ ലോക്കായി വണ്ടി പാളാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലെ വഴിവിളക്ക് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. പലപ്പോഴും വാഹനം ഓടിക്കുന്ന ആളുകൾക്കറിയാം, നമുക്ക് ഈ വഴിവിളക്കുള്ള സ്ഥലത്തൂടെ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര സേഫ് ഫീലിംഗ് ആയിരിക്കും. മഴയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ മറ്റു ചില അപകടങ്ങളുണ്ട്. ഒന്ന്, റോഡിൻ്റെ സൈഡിൽ വെട്ടമില്ല, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളുടെ ലൈറ്റ് നമ്മളുടെ വണ്ടിയിലേക്ക് ശക്തമായി അടിക്കും. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ വളരെ വൈകി മാത്രം മാറുന്ന ഒരു സംവിധാനമാണ് ഇതിൻ്റെ വൈപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വൈപ്പിംഗ് സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ലൈറ്റ് നമ്മളുടെ ഗ്ലാസ്സിലടിക്കുന്ന സമയത്ത് കാഴ്ച കുറേയധികം സെക്കൻഡുകളിലേക്ക് മങ്ങാറുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് വല്ലതും വന്നു എന്നുള്ളൊരു തോന്നലുണ്ടായാലും സഡൻ ബ്രേക്ക് ചെയ്യേണ്ടി വരും ഒരു ഡ്രൈവർക്ക്. ഈ അപകടത്തിലെ ഡ്രൈവർ അങ്ങനെ പറയുന്നുണ്ട്, എന്തോ വന്നു എന്ന് തോന്നിയ സമയത്താണ് സഡൻ ബ്രേക്ക് ചെയ്തത്. ആവാം. ഓപ്പോസിറ്റ് വന്ന വണ്ടികളുടെ ഹൈ ബീം ലൈറ്റ് കുറ്റമായി പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹനം, അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള വഴി, അദ്ദേഹത്തിൻ്റെ സൈഡിലുള്ള ആളുകളുടെ സുരക്ഷ എന്നീ കാര്യങ്ങളാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. അപ്പം അദ്ദേഹം ബ്രൈറ്റ് ലൈറ്റ് ഇടേണ്ടി വരും വഴിവിളക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത്. അദ്ദേഹത്തിന് കാഴ്ച കാണണമെന്ന് തോന്നുമ്പോൾ അദ്ദേഹം ബ്രൈറ്റ് ഇടും. ആ ഒരു ബ്രൈറ്റ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ ഒരു ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ സുരക്ഷാ ഭീഷണികൾ കാരണം ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് ലൈസൻസ് കിട്ടി, അയാൾ ലൈസൻസ് കിട്ടി എന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ട് റെഡിയാണ് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരാൾ ഓവർടേക്ക് ചെയ്തിങ്ങ് വരികയാണ്. പെട്ടെന്നൊരു പേടി മനസ്സിൽ ഉണ്ടാക്കാം, അത് ആർക്കാണെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വളരെ കാലങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളായിരിക്കാം. 10 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്ന ഞാൻ കാറുമായിട്ട് പോകുന്ന സമയത്ത് ചില KSRTC പാഞ്ഞു വരുമ്പോൾ എനിക്കൊരു പേടി തോന്നാറുണ്ട്. ആ ഒരു പേടിയുടെ അളവ് പല ആളുകളിലും ഡിഫറൻ്റ് ആയിരിക്കും. ചില ആളുകൾ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തും, പുറകെ വരുന്ന വണ്ടി ഇടിച്ച് കയറും. ചില ആളുകൾ ഇടത്തോട്ടോ വലത്തോട്ടോ വെട്ടിച്ച് ആ ഒരു ബസ്സിലേക്കോ സൈഡിലെ മരത്തിലേക്കോ പോസ്റ്റിലേക്കോ ഇടിച്ച് കയറും. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയിലെ ഡ്രൈവറെ പെട്ടെന്ന് ഭയചക്തനാക്കുക എന്ന് പറയുന്ന ഒരു നടപടി പലപ്പോഴും ഈ KSRTC ബസ്സുകൾ ഓവർടേക്കിംഗ് എന്ന് പറയുന്ന പരിപാടിയിൽ കൂടി ചെയ്യാറുണ്ട്. ഈ ഒരു അപകടത്തിൽ KSRTC സേഫ് ആണ്, അത് ഓവർടേക്ക് ചെയ്ത് വന്നതല്ല. മറ്റൊരു കാർ ഓവർടേക്ക് ചെയ്ത് വന്നത് കണ്ട് പേടിച്ചിട്ട് ഇവർ ചവിട്ടി എന്നൊക്കെയുള്ള ചില കമൻറ്റുകളുണ്ട്. പക്ഷേ ആ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമല്ല. ഒരു കൂട്ടം ആളുകളുടെ അനാസ്ഥയാണ്, സ്ഥിരമായി തുടരുന്ന അനാസ്ഥകളുടെ ഒരു ഔട്ട്പുട്ടാണ്, സംഭവിക്കാവുന്ന കാര്യമാണ്. അല്ലാതെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അപകട കാരണമൊന്നും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കത്തില്ല. അമിത വേഗത എന്നൊക്കെ പറഞ്ഞാലും 100,000 ആളുകളുടെ ചില അനാസ്ഥകൾ കാരണം ഉണ്ടായ അപകടമാണ്. അമിത വേഗതയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വണ്ടിയല്ല, അത് ചവിട്ടിയാൽ കിട്ടുന്ന തരത്തിലേക്കുള്ളൊരു ടയർ ഉണ്ടാവില്ല, അതേപോലെ തന്നെ വഴിയിൽ വലിയ കാര്യമായിട്ടുള്ള വെട്ടമില്ല. ഈ ഒരു അപകടത്തിൽ ഏറ്റവും കൂടുതൽ പണി വാങ്ങാൻ വേണ്ടി പോകുന്ന ആളെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഉടമ തന്നെ ആയിരിക്കും. 14 വർഷം പഴക്കമുള്ളൊരു വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരിക്കും. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വാഹനവും ഉടമയും അല്ലാതെ മൂന്നാമത് ഒരാൾ എന്നുള്ളതാണ്. വാഹനത്തിലുള്ള പാസഞ്ചേഴ്സിനും തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ ഒരു പരിരക്ഷ പലപ്പോഴും കിട്ടാറില്ല, കിട്ടത്തില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു റൂൾ. അല്ലെങ്കിൽ നമ്മൾ പാസഞ്ചർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ആഡ് ഓൺ അതിൻ്റെ കൂടെ എടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള KSRTCയിൽ ഇടിച്ചതുകൊണ്ട് ആ ഒരു വണ്ടിക്ക് തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് ഇതിലെ പാസഞ്ചേഴ്സിന് ഒരു ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിലും അവർ ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് ഈ വണ്ടി ഇല്ലീഗലായിട്ട് റെൻറ്റിന് കൊടുത്തു എന്നുള്ളതായിരിക്കാം. അപ്പോൾ അങ്ങനെ മോട്ടോർ വാഹന വകുപ്പ് പറയുകയും ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് കോടതി വിധിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഓണർ ഇത്ര ആളുകൾക്ക് കൊടുക്കേണ്ടി വരും. ഇൻഷുറൻസ് കമ്പനി ഈസി ആയിട്ടൊരു ക്ലെയിം ഈ കുട്ടികൾക്ക് കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നതിനെ ക്ലെയിം മാക്സിമം റിജക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണല്ലോ. ഇവർ വളരെ യങ്ങായിട്ടുള്ള BBA സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവരുടെ ഒരു ലൈഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേന് ഭീമമായിട്ടുള്ളൊരു തുകയായിരിക്കും. അപ്പോൾ അത് എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടി, തങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനിക്കാർ ഫൈറ്റ് ചെയ്യും.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കേസിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തിൽ നിന്ന് നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി, നമ്മളിലാർക്കും ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. വരുമോ വരത്തില്ലയോ ഒന്നും നമുക്കറിയില്ല, പക്ഷെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് കോൺഫിഡൻസ് നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വണ്ടിയുടെ കണ്ടീഷൻ, വണ്ടിയുടെ കാലപ്പഴക്കം, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതൊന്നും ഇല്ല, നമ്മൾ അത്ര സാമ്പത്തിക ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള യാത്രകൾക്ക് നമ്മൾ മുതിരാതിരിക്കുക. രാത്രി യാത്രകൾ, ദൂരയാത്രകൾ എന്നിവ ഏതെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക്, ബസ്സല്ലാത്ത ട്രെയിൻ പോലെയുള്ള എന്തെങ്കിലും ട്രാൻസ്പോർട്ടിലേക്ക് മാറ്റുക. പലപ്പോഴും എനിക്കിവിടെ KSRTCയിൽ പോകുന്ന ആളുകളുടെ, ദീർഘദൂര ബസ്സുകളിൽ പോകുന്ന ആളുകളുടെ സുരക്ഷയെക്കുറിച്ചിട്ട് വല്ലാതെ പേടി തോന്നാറുണ്ട്. കാരണം കുറേ കമ്പ്യൂട്ടറുള്ള സീറ്റിനിടയ്ക്ക് നമ്മൾ ഇരിക്കുകയാണ്. വളരെ റാഷ് ഡ്രൈവിംഗ് ആണ് മിക്കവാറും ഉള്ള ബസ്സുകൾ. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി, സമയം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയൊക്കെയാണ് അവർ പോകുന്നത്. പക്ഷേ ഒരു സഡൻ ബ്രേക്കിലും ഒരു ഹമ്പി ആടലിലും ഒക്കെ എത്രയോ ആളുകളുടെ ശരീരമാണ് വേദനിക്കുന്നത്. അപ്പോൾ അതൊരു അപകടത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ആളപായം ഉണ്ടാവും. ഇങ്ങനെയുള്ള യാത്രകളിൽ നമ്മൾ കരുതലുള്ള ആളുകളായിരിക്കുക. മഴ എന്ന് പറയുന്നത് വണ്ടി ഓടിക്കാൻ നമ്മുടെ നാട്ടിലൊട്ടും സേഫ് അല്ലാത്തൊരു സമയമാണ്, അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നിൽ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ, മഴയോ വണ്ടികളുടെ ലൈറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ അയാൾ കുറ്റക്കാരനാണോ ഇയാൾ കുറ്റക്കാരനാണോ, മരിച്ചവരുടെ വീട്ടുകാർ കരയുന്നുണ്ടോ, വലിയ നഷ്ടം ഉണ്ടായോ എന്നൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയിൽ നമ്മളത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.